ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണം അടുത്തെത്തി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ഓണത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. ഓണത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനലിൽ കുറേയധികം പച്ചടിയുടെ റെസിപ്പികളൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇത് നല്ല വ്യത്യസ്തമായിട്ട് നമ്മളിത് പപ്പായ വെച്ചിട്ടാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ കുറേയധികം ഓണ റെസിപ്പികൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള ഒരു ചെറിയ പപ്പങ്ങയാണ്. ഇനി പപ്പങ്ങയുടെ പുറത്തെ തൊലിയെല്ലാം ഒരു പീലറോ കത്തിയോ കൊണ്ട് കട്ട് ചെയ്ത് കളയണം. തൊലി കളഞ്ഞെടുത്ത പപ്പായ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം ഒരു സ്പൂൺ കൊണ്ട് ചുരണ്ടി കളയണം. പപ്പായ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പപ്പായ വെച്ചിട്ട് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അച്ചാറിൻ്റെ വീഡിയോയിൽ പപ്പായ ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെയും കട്ട് ചെയ്യുന്നതിൻ്റെയും ഭാവമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പൊട്ടറിയാൻ പാടില്ലാത്ത കുട്ടികളാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പപ്പങ്ങ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. പപ്പങ്ങയിലുള്ള വെള്ളമെല്ലാം വറ്റി പപ്പങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. എന്നാൽ കൂടുതൽ വെന്തുടഞ്ഞു പോകാനും പാടില്ല. പപ്പങ്ങ ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇനി പാൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ പപ്പങ്ങയെല്ലാം പാകത്തിന് കുക്കായി പപ്പങ്ങയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം പപ്പങ്ങ എടുത്ത് കയ്യിൽ വെച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കണം. പച്ചടിക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 നുള്ളി ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ജീരകം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പച്ചടിക്കുള്ള അരപ്പ് ഈ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടിപ്പോകരുത്. ഇനി നമുക്ക് തൈരും കൂടിയൊക്കെ ചേർക്കാനുള്ളതാണ്. വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം 3-4 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്യണം. അരപ്പെല്ലാം കഷ്ണങ്ങളെല്ലാം പിടിച്ചൊന്ന് തിക്കായിട്ട് വരണം. അരപ്പെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നീട് നമ്മൾ സ്റ്റവ് ഒന്നും ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം. പച്ചടിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കാം. കറിവേപ്പില ഉണക്കമുളകും മൂത്ത് വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തെടുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ഓണസദ്യക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.